ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. 2025 പുതിയ എർട്ടിഗ ഒട്ടേറെ മാറ്റങ്ങളുമായി എത്തിയിട്ടുണ്ട്. കാഴ്ചയിലും രൂപത്തിലും വലിയ മാറ്റമൊന്നുമില്ലെങ്കിലും ഒട്ടേറെ ഫീച്ചേഴ്സ് മാരുതി ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക. ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായി ഹെഡ്ലൈറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഹെഡ്ലൈറ്റ് ഒന്ന് ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ്, ഒന്ന് പ്രൊജക്ടർ ഹെഡ് ലാമ്പുമാണ്. പുറകിലായി ഇൻബിൽറ്റ് ആയിട്ട് തന്നെയാണ് സ്പോയിലർ വരുന്നത്. അത് നമുക്ക് എടുത്തു പറയാവുന്ന ഒരു ഫീച്ചർ തന്നെയാണ്. കൂടാതെ അതിനുള്ളിൽ തന്നെ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് നൽകിയിട്ടുണ്ട്. ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന വാഹനം ടൂർ എം ആണ്, ടാക്സി പർപ്പസിനായിട്ടുള്ള വണ്ടിയാണ്. അതിൽ പോലും ഇത്രയും ഫീച്ചേഴ്സ് മാരുതി കൊടുക്കുന്നു. ഡോർ തുറക്കുമ്പോൾ പവർ വിൻഡോയുടെ കൺട്രോൾ സ്വിച്ചും മിറർ അഡ്ജസ്റ്റിൻ്റെ സ്വിച്ചും ഒക്കെയാണ് പഴയതുപോലെ തന്നെയാണ്. അതിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ വരുമ്പോൾ റിയർ AC എന്ന് പറയുന്ന ഒരു കൺട്രോൾ സ്വിച്ച് ഉണ്ട്. അത് പഴയ എർട്ടിഗയിൽ ഇല്ല. ഇപ്പോൾ ഈ ബട്ടൺ അമർത്തിയാൽ മാത്രമേ റിയറിലേക്കുള്ള AC വർക്ക് ചെയ്യുകയുള്ളൂ. ഇത് ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ച്, ഐഡിയൽ സ്റ്റോപ്പിൻ്റെ കൺട്രോൾ സ്വിച്ചും അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോളിൻ്റെയും അങ്ങേറ്റത്ത് കാണുന്നത് ഹെഡ് ലാമ്പിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യുന്ന കൺട്രോൾ സ്വിച്ചും ആണ് കാണുന്നത്. ഓഡോമീറ്ററിലൊന്നും മാറ്റമില്ല. പഴയ എർട്ടിഗയുടെയും ടൂറമിൻ്റെയും പോലെയുള്ള ഓഡോമീറ്റർ തന്നെയാണ്. സ്റ്റിയറിംഗ് വീൽ കൺട്രോളറുമുണ്ട്, സ്റ്റീരിയോ, മറ്റൊന്ന് വരുന്നത് ഈ ഡോർപിഡിൻ്റെ ലോവർ പോർഷനിലായിട്ട് ഒരു ലാമ്പ് കൊടുക്കുമായിരുന്നു. ഇതിപ്പോൾ ബേസ് ആയതുകൊണ്ടാണ് ലാമ്പ് ഇല്ലാത്തത്. സ്റ്റീരിയോയുടെ തൊട്ട് താഴെയായി മൊബൈൽ ചാർജറും USB ആക്സിൻ്റെ സോക്കറ്റുമാണ്. അതിന് നേരെയായി കപ്പ് ഹോൾഡറും കാണാം. കൂടാതെ നമ്മൾ ഈ വണ്ടിയിൽ സീറ്റ് കവറൊക്കെ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ മാരുതിയുടെ എല്ലാ വണ്ടികളും 6 എയർ ബാഗാണ്. അപ്പോൾ ഈ എയർ ബാഗിനുള്ള സീറ്റ് കവറാണ് നമ്മൾ ഈ വണ്ടിയിൽ അടിച്ചിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട മറ്റ് ടോപ്പിലായിരുന്നു AC-യുടെ വെൻറ്റ് എല്ലാം വന്നിരുന്നത് സെൻറ്ററിലെ ബാക്കിലോട്ടേക്കുള്ള പാസഞ്ചേഴ്സിന്. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറ്റിയിട്ടുണ്ട്. മിഡിൽ ഡോർ തുറന്ന് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളിവിടെ പഴയ ഒരു എർട്ടിഗയ്ക്ക് സെൻട്രലായിട്ടൊരു ആംറസ്റ്റ് ഉണ്ടായിരുന്നു സീറ്റിനോട് ചേർന്ന്. അതിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ചെറിയൊരു ഹെഡ് റെസ്റ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിന് തൊട്ട് ഓപ്പോസിറ്റ് തന്നെയായിട്ട് ആംറസ്റ്റിൻ്റെ പുറകിലായി തന്നെ AC വെൻറ്റും കൊടുത്തിട്ടുണ്ട്. ആംറസ്റ്റ് പൊക്കുമ്പോൾ തന്നെ അതിനുള്ളിൽ മെഡിസിനൊക്കെ വയ്ക്കുവാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്, സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ AC വെൻറ്റിൻ്റെ തൊട്ട് താഴെ തന്നെ 2 C ടൈപ്പ് മൊബൈൽ ചാർജറും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഏറ്റവും പുറകിലത്തെ സീറ്റ്. ആ സീറ്റിൻ്റെ സൈഡിലായി തന്നെ ഒരു കപ്പ് ഹോൾഡറും അതിന് താഴെ ഒരു ഡെമ്മി വെച്ചൊരു ബ്ലാക്ക് അടപ്പും കാണാം. ഫുൾ ഓപ്ഷനിലാണെങ്കിൽ അവിടെ 2 C ടൈപ്പിൻ്റെ ചാർജിങ് ഇതും വരും, സോക്കറ്റും വരും. പിന്നെ വലത്ത് വശത്തായിട്ടാണ് 2 AC വെൻറ്റുകളും അതിന് തൊട്ട് താഴെയായിട്ട് കൺട്രോൾ നോബും കാണാം. പഴയ എർട്ടിഗയിൽ ആ സൈഡിലെ AC വെൻറ്റ് ഇല്ലായിരുന്നു. എല്ലാ ടോപ്പിലത്തെ AC വെൻറ്റ് വഴി നിന്നായിരുന്നു അങ്ങോട്ടേക്ക് എയർ സർക്കുലേറ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ അതെല്ലാം മാറ്റിയിട്ടുണ്ട്. പുതിയ എർട്ടിഗയിൽ റൂഫ് ലൈറ്റ് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. ഒന്ന് സെൻട്രലിലും കൊടുത്തിട്ടുണ്ട്, പിന്നെ വണ്ടിയുടെ ഏറ്റവും ഫ്രണ്ട് വശത്തും കൊടുത്തിട്ടുണ്ട്. പുതിയ എർട്ടിഗയുടെ ഓൺ റോഡ് പ്രൈസും മറ്റ് ഡീറ്റെയിൽസ് എല്ലാം താഴെ കാണുന്ന നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്യാനും
ഈ വീഡിയോയിൽ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. See you.